ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ കുറച്ച് ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെറിയൊരു കറക്കം. അപ്പോൾ ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളെ വിഷ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം പോയത് പോപ്പുലർ ഫാം ഹൗസ് എന്ന് പറയുന്ന പാരൂർ കുഴിയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, പാരൂർ കുഴി. അവിടെയുള്ള ഒരു ഫാം ഹൗസിലോട്ടാണ് പോയത്. നേരെ ചെന്ന ഉടനെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ആദ്യം കയറി. കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ. ഞങ്ങൾ കയറി. കുറേ ഫിഷ് ഉണ്ടായിരുന്നു. അതിൽ ഫിഷിൻ്റെ എല്ലാത്തിൻ്റെയും പേരെനിക്കറിയില്ല. ആകപ്പാടെ അറിയാമെന്നുള്ളത് ഈ അരാപ്പൈമയും അലിഗേറ്ററും ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവർ രണ്ടുപേരെയും മാത്രമേ എനിക്കറിയാം. ബാക്കി മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഈ ഒരു പാരറ്റാണ് കേട്ടോ. മോൾ അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. മീർ ക്യാറ്റാണ് അടുത്തത് ഞങ്ങൾ കണ്ടത്. മീർ ക്യാറ്റ്. ഇതിനു മുന്നേ ആരെങ്കിലും ഇങ്ങനത്തെ ഉള്ള ഒരു ജീവിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അത് കഴിഞ്ഞ് ഇഗ്വാന, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നമ്മൾ കണ്ടിട്ട് അടുത്ത് വീണ്ടും നമ്മൾ ഓരോ സെക്ഷനായിട്ട് പോവുകയാണ്. അങ്ങനെ ഉണ്ടോ, ഇത് ഇങ്ങനെ തലയാട്ടി ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നത് സിൽവർ ഫെസറ്റ്, അങ്ങനെ എന്തോ ആണ് പേര്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അറിയാമെന്നുള്ളവർ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം കേട്ടോ. അതേ ഞങ്ങൾ ഈ ഒരു പാരറ്റിനെ കണ്ടു. ഈ പാരറ്റ് നമ്മൾ വീണ്ടും ആ പാരറ്റിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോഴാണ് ഒരാൾ അവിടെ വരുന്നത്, യമു. നമ്മൾ വിചാരിച്ചു കൊത്തും, കാരണം തുറന്ന് വിട്ടേക്കുക. എന്നാലും തുറന്ന് വിട്ടേക്കുമ്പോഴത്തേക്ക് അത് ആളെ ഉപദ്രവിക്കാറില്ല. അങ്ങനെ തുറന്ന് വിടുന്ന അങ്ങനെയുള്ള ജീവികളെ, അങ്ങനെയുള്ള ഇതിനെല്ലാം തുറന്ന് വിടത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല. ആളൊരു സാധുവായിരുന്നു. ആൾ പോയി, ആളുടെ പാട്ടിന് പോയി. അപ്പോൾ നേരത്തെ കണ്ട ഒരു പാരറ്റിൻ്റെ വേറൊരു ഇനം പാരറ്റാണിത്. പേരൊന്നും അവിടെ എഴുതിയിട്ടില്ല. ചിലതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നുമുണ്ട്. ചില ബേഡ്സിൻ്റെ ആയിക്കോട്ടെ, മൃഗങ്ങളുടെ അതായിക്കോട്ടെ, പേരൊന്നും എഴുതിയിട്ടിട്ടില്ല. അതുകൊണ്ട് അറിയില്ല. അറിയാമെന്നുള്ളവർ ഉണ്ടെങ്കിൽ, ഇതിൽ കാണുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതൊരു ഫെററ്റ് അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. അത് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ അതിനെ വിളിച്ചുണർത്തി. എനിക്കിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതൊക്കെ വിളിച്ചുണർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ക്യൂട്ട് എലിക്കുഞ്ഞുങ്ങളെ കണ്ടു കേട്ടോ. എലിക്കുഞ്ഞ് പോലെ തന്നെ ഇരിക്കുന്ന എലിക്കുഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള എലിക്കുഞ്ഞുങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുതിരകളുണ്ട് കേട്ടോ. ഒരു 5-6 കുതിരകളെന്തോ അവിടെ ഉണ്ട്. പല കളറിൽ, വൈറ്റും ബ്ലാക്കും കൂടെ കോമ്പിലുള്ളത് ഇപ്പോൾ കാണുന്നത് അതുപോലത്തെ കളറാണ്. അതേ ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വെറും ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഹോർസ് ഉണ്ട്. അത് ഈ ഒരു കിളിയെ കണ്ടു കേട്ടോ. ഇതിൻ്റെ പേരും എനിക്കറിയില്ല, അവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്നത് ഒരു ഡോഗാണ് കേട്ടോ. ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുമില്ല. അപ്പോൾ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ഹൗസ്, ബ്രൗണ്, ബ്ലാക്ക്. പിന്നെ കാളകളും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പണ്ടത്തെ സിനിമയിൽ കാളവണ്ടിയിൽ പോകാൻ വേണ്ടി നമ്മൾ എടുക്കുന്നില്ലേ കാളകൾ, അപ്പോൾ അങ്ങനത്തെ കാളകളുണ്ടായിരുന്നു. പിന്നെ വേറെ പല ഇനത്തിൽപ്പെട്ട ആടുകളുണ്ടായിരുന്നു. ലാബാണെന്ന് തോന്നുന്നു ഈ കിടക്കുന്ന പട്ടി. ലാബാണെന്ന് തോന്നുന്നു ഡോഗ്, പക്ഷേ എനിക്കറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ ഒരു കുരങ്ങനെ കണ്ടോ, കുട്ടിക്കുരങ്ങനായിട്ട് ഭയങ്കര വികൃതിയാണ്. ചാട്ടവും ഓട്ടവും ആയിട്ട് അതിനകത്ത് ഭയങ്കര വികൃതിയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട പാരറ്റിൻ്റെ വേറൊരു കളർ പാരറ്റാണ് കേട്ടോ അത് അവിടെ കിടന്നത്. അത് കഴിഞ്ഞ് കഴുത ഫുഡ് കഴിക്കുന്നത് നമ്മളെ കണ്ടപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു, ഇങ്ങോട്ട് വരുമോ എന്ന്. പക്ഷെ ഒന്നും ചെയ്തില്ല. അതേപോലെ കാളകളും ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ തലയിലൊക്കെ ഒന്ന് തടവി നോക്കി, ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പാമ്പിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയി. ഇത് എന്ത് ജീവിയാണെന്ന് ഇതും എനിക്കറിയില്ല. നേരെ പാമ്പിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഇതിൻ്റെ പേരെനിക്കറിയാം, മറ്റേ എന്താ പറയുക, ഗ്രീൻ ടീ പൈത്തൺ, അതാണ് നമ്മളെ പച്ചിലപ്പാമ്പെന്നൊക്കെ പറയും. ഇത് ഇര വിഴുങ്ങിയിട്ട് കിടക്കുന്ന ഒരു രംഗമാണ് കേട്ടോ കാണുന്നത്. അത് ഒരാളെന്തോ മുകളിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഒന്നും പേരവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, പറഞ്ഞു തരാൻ. അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ പറയൂ. ഇതെന്തായിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട്, ഒരു മുള്ളു പോലെ ഉരുണ്ട ഒരു സാധനം. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേഡ്സിൻ്റെ ഏരിയയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കയറിയ ഉടനെ ഞങ്ങൾ കണ്ടത് മുയലിനെയാണ് കേട്ടോ. നല്ല ക്യൂട്ട് 3 മുയലുകളുണ്ടായിരുന്നു. 3 എന്നല്ല, അതിൽ കൂടുതലുണ്ട്. അത് വേറെ ഇനത്തിൽപ്പെട്ടതാണ്. അതിനെയൊക്കെ കണ്ട് മോൾ അതിനെ കൂടെയൊക്കെ കളിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഫിഷ് കണ്ടോ, നല്ല കുളത്ത് നല്ലൊരു കാർപ്പയോ അങ്ങനെ എന്തോ ആണ് ഫിഷിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്ത് കയറി. നമ്മൾ തന്നെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കയ്യിലോട്ട് വന്നിരിക്കും കേട്ടോ ഇവർ.
തെന വെച്ച് കൊടുത്തപ്പോൾ ഒരാൾ വന്ന് കഴിച്ചിട്ട് എൻ്റെ വളയിലിരുന്നു കൊണ്ട് പണി ചെയ്യുക, വള കടിച്ചിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി വേറൊരു ഇനത്തിൽപ്പെട്ട മുയൽ. പക്ഷേ ഇത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല, അത് ആദ്യമായിട്ട് കാണുന്നതാണ്. നല്ല നിറച്ച് പൂടെ ഉള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോളുടെ കയ്യിലും വന്നിരുന്ന് തെന കഴിക്കുന്നുണ്ട്. എന്തൊക്കെയോ അവൾ എൻ്റെയോടെയും പറയുന്നുണ്ട്, അവളെന്തൊക്കെയോ അവളുടെ അടുത്തും പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. അവൾക്ക് ഈ ബേഡ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലും ബേഡ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ അതിൻ്റെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ നോക്കാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് കണ്ട ഒരു മലയണ്ണാനാണെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം കണ്ടതിൻ്റെ പേരും എനിക്കറിയില്ല. ഇത് ചേട്ടൻ്റെ തോളിൽ വന്നിരുന്നിട്ട് കളിക്കുക കേട്ടോ അവർ പറന്നു പോയി. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കുരുത്തൊക്കെ ഇട്ടവർ. ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവരിങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ കയ്യിൽ എന്താ സാധനം ഇരിക്കുന്നത് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടിരുന്നിട്ട് അതിലൊരാൾ എൻ്റെ ഫോണിൻ്റെ മണ്ടേ ചാടിക്കയറിയ ഗൈസ്. ഇപ്പോൾ അത് കാണാൻ പറ്റും അവർ ചാടിക്കയറുന്നത്. ഇതിൽ കണ്ടോ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എമു അല്ല ഒട്ടക പക്ഷിയെ കണ്ടു കേട്ടോ. ഒട്ടക പക്ഷി ഫുൾ ഉറക്കം അത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒട്ടകത്തിൻ്റെ അടുത്തോട്ട് പോയി ഒട്ടകത്തിനെയും കണ്ടു. മോൾ ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ ഈ ഒട്ടക പക്ഷിയൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാൾ ഓഫ് ട്രാവൻകൂറിലോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മേളിലോട്ട് കയറുവാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻ എൻട്രൻസ് വഴിയാട്ടോ കയറിയേ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഫിഷിൻ്റെ സ്പാ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് സ്പാ ചെയ്യാമെന്ന് കരുതി കുറേ നാളായിട്ട് വിചാരിക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിറങ്ങിയപ്പോഴത്തേക്കും ചേട്ടനും മോളും കൂടിയായിട്ട് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയി കേട്ടോ. എടുത്തിട്ട് ഞാൻ അവരെ കാണിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കണ്ടോ, അവിടെ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്ന് സ്പാ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ സ്പായും കൂടെ കഴിഞ്ഞിട്ട് ഞാനും അവിടെ എത്തി. ഞങ്ങൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അകത്ത് കയറിയിട്ട് ചെറിയൊരു കൺഫ്യൂഷനുണ്ട്, ആദ്യം എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ കരുതി അവൾ കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ മെയിൻ വരുന്നത്, അവൾക്ക് കളിയാണ് മെയിൻ. അപ്പോൾ അവളുടെ പാർക്ക് ഉണ്ടല്ലോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയി അവളെ കളിപ്പിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവൾ വന്നപാടെ തന്നെ ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഭയങ്കരമായിട്ട് അവൾക്ക് ഗെയിം കളിക്കാൻ അറിയാമെന്നല്ല, ചെറിയ രീതിയിൽ അവൾ കളിക്കും. അത് കഴിഞ്ഞ് അവർ കാർ റേസിങ്ങിന് കയറി. ഞാൻ കയറിയില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് നല്ല വിശപ്പായപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുതി പിസ്സ ഹട്ടിൽ പോയി പിസ്സ കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പിസ്സ ഹട്ടിൽ പോയി പിസ്സയ്ക്ക് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ പിസ്സ എത്തി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. മഷ്റൂമും ഒക്കെ കൂടെ ഉള്ള ഒരു പിസ്സയായിരുന്നു. തിരക്കേടില്ലാത്ത പിസ്സയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു. വേറൊക്കെ ഒരുവിധം നിറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെട്ടുകടോട്ട് പോയി. അപ്പോൾ കടലൊക്കെ ഒന്ന് കണ്ട് അവിടെയൊക്കെ ഒന്ന് കളിച്ചിട്ട് പോകാൻ തരുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി കേട്ടോ. അതൊക്കെ കണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഒരുവിധം ഇരുട്ടി കേട്ടോ. ഒരു 5:30-6 മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.